മുറുകെ പിടിക്കുന്നതിനപ്പുറത്ത് മറ്റൊരു പ്രവാചകന്റെ ചര്യ മുറുകെ പിടിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈസാ നബിയല്ല, മൂസാ നബിയല്ല, പിന്നെയോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും നമ്മുടെ സമുദായവും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? ഹജ്ജാണ് വരാനിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ബലിപെരുന്നാളാണ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത്. പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോ ഈ അനുഗ്രഹീതമായ രാവിലെ നമുക്ക് പറയാൻ പറ്റുന്ന വിഷയം ഇബ്രാഹിം നബിയുടെ വിഷയം തന്നെയാണ്. വിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരിൽ 25 പ്രവാചകന്മാരുടെ പേര് ഖുർആനിൽ അല്ലാഹു പരാമർശിക്കുമ്പോ അതിൽ ഒരേ ഒരു പ്രവാചകനെയാണ് പിൻപറ്റാൻ അല്ലാഹു പറഞ്ഞത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീരുന്നില്ല. നമസ്കാരം 5 നേരത്തെ നമസ്കാരത്തിൽ നമ്മൾ ആരുടെ പേരാ പറയുന്നത്? 5 നേരത്തെ നമസ്കാരത്തിൽ ആരുടെ പേരാണ് നമ്മൾ പറയുന്നത്? അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് നമ്മൾ പറയാറുണ്ട്. ആ പേര് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന പേര് ആരുടെ പേരാണ്? നമ്മുടെ പ്രിയപ്പെട്ട പിതാവായ ആദം നബിയുടെ പേരല്ല, അവിടുത്തെ മകനായ ശീസ് നബിയുടെ പേരല്ല, ഈസാ പ്രവാചകന്റെ പേരല്ല, മൂസാ പ്രവാചകന്റെ പേരല്ല. ആരുടെ പേരാണ് സഹോദരങ്ങള്? സൗന്ദര്യത്തിന്റെ പ്രതീകമായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പേരല്ല, ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ജന്മം നൽകിയ യാക്കൂബ് നബിയുടെ പേരല്ല. ഏതൊരു പ്രവാചകന്റെ പേരാണ് നമസ്കാരത്തിൽ നമ്മൾ സലാം വീട്ടുന്നതിന് മുമ്പ് പറയുന്നത്? അവിടെയാണ് ഇബ്രാഹിം മില്ലത്തും നമ്മുടെ മില്ലത്തും തമ്മിലുള്ള ബന്ധം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മുടെ സമുദായവുമായിട്ടുള്ള കണക്ഷൻ തിരിയുന്നത്. 5 നേരത്തെ നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലുമല്ലോ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിന വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഈ സലാത്ത് അങ്ങ് കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് കൊടുത്ത അനുഗ്രഹമാണ് പ്രവാചകനെ കൊടുക്കാൻ ദുആരക്കുന്നതെന്നറിയോ? ആരുടെ ജീവിതത്തിൽ കിട്ടിയ ബറക്കത്താണ് അല്ലാഹുവിന്റെ ഹബീബിന് കിട്ടണമെന്ന് നമ്മൾ ദുആരക്കുന്നത്. 4 പ്രാവശ്യമാണ് പ്രിയപ്പെട്ടവരെ സലാം വീട്ടുന്നതിന് മുമ്പ്. ഓരോ വഖത്ത് നമസ്കാരത്തിന് സുബ്ഹിയായാൽ റക്അത്തിന്റെ എണ്ണം കുറഞ്ഞോട്ടെ, റക്അത്തിന്റെ എണ്ണം കൂടിക്കോട്ടെ. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൽ നമ്മൾ സലാം വീട്ടുന്നതിന് മുമ്പ് 4 പ്രാവശ്യമാണ് ഇബ്രാഹിം നബിയുടെ പേര് നമ്മൾ പറയുന്നത്. കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ. 4 പ്രാവശ്യമാണ് ഇബ്രാഹിം നബിയുടെ പേര് നമ്മൾ പറയുന്നത്. അതേ നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന ഒരേ ഒരു പ്രവാചകന്റെ പേര് ത്വാഹ റസൂലുള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം നബിയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി അത്തഹിയാത്തുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ ചെല്ലാറുള്ളത്. ഇനി അത്തഹിയാത്ത് ഇല്ല എന്നിരിക്കട്ടെ, അത്തഹിയാത്തില്ലാത്ത നമസ്കാരത്തിൽ ഇബ്രാഹിം നബിയുടെ പേര് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇബ്രാഹിം നബിയുടെ പേര് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത്തഹിയാത്തില്ലാത്ത നിസ്കാരം ഏതാണ്? ഏത്? മയ്യത്ത് നിസ്കാരം. 1ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ ഫാത്തിഹ, 2ാമത്തെ തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്ത്. ചിന്തിച്ചു നോക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന മനുഷ്യ നാഗരികതയുടെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് പലായനം ചെയ്തു വന്ന് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഇസ്ഹാഖ് നബിയെയും ജന്മം നൽകി. ഇസ്മായിൽ നബിയിലൂടെ അറേബ്യൻ പ്രവാചകന്മാരുടെ പരമ്പര കുറിച്ച് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിലൂടെ ഇസ്രായേൽ പ്രവാചകന്മാർക്ക് പരമ്പര കുറിച്ച് ഈ ലോകത്ത് ജീവിച്ചിരുന്ന കുടുംബനാഥന്മാരിൽ ഏറ്റവും നല്ല മഹിതമായ മാതൃക ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത ഒരു അണു കുടുംബത്തിന്റെ ചരിത്രം കൊല്ലം തോറും അനുസ്മരിച്ചുകൊണ്ട് ഇന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഓർത്തെടുക്കുന്ന പ്രവാചകന് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ എന്താ ഇബ്രാഹിം നബി നമ്മളും തമ്മിലുള്ള ബന്ധം? ചെറിയ ബന്ധമാണോ? ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ഖുർആനിൽ അല്ലാഹു തആല ഫോളോ ചെയ്യാൻ ഒരു നബിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 2 5 നേരം